ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എല്ലാവർക്കും എഡ്ഫിൽ ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്നറിയാം. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഫെയിലായ ആളുകളുണ്ട്. അവരാരും വെറീഡ് ആവണ്ട. നമ്മളെന്തായാലും ഉടൻ തന്നെ റിസൾട്ടൊക്കെ ഉഷാറായി അടുത്ത എക്സാമുകളിൽ നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താ റിസൾട്ട് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ കാണുന്നതും അത് തന്നെയാണ്. കേട്ടറ്റിൽ വീണ്ടും ചരിത്ര വിജയമായിട്ട് എഡ്ഫിൽ ലേണിംഗ് മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസുകൾ ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. ഏകദേശം 2 മാസത്തോളം സമയമെടുത്തു. ഈ സമയമെടുത്ത് കാത്തിരിപ്പിന് ഒരു ഹാപ്പി മൊമെൻ്റ് ആയിട്ട്, സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയത് നമ്മളെ ഉദ്യോഗാർത്ഥികളായ ആളുകൾ, അധ്യാപകരായ ആളുകൾ, വിദ്യാർത്ഥികളായ ആളുകൾ നമ്മളൊക്കെ വിളിച്ചിട്ട് ഇതിൻ്റെ ഹാപ്പിനെസ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് ഈ കേട്ടിട്ട് ഡിസംബർ 2025 റിസൾട്ടിൽ ഈ ഫോട്ടോസ് മാത്രമല്ല, ഇതിലേറെ ഒരുപാട് കുട്ടികളുടെ റിസൾട്ട്, ഏകദേശം 800-ലധികം ഉദ്യോഗാർത്ഥികൾ ക്വാളിഫൈ ചെയ്തു എന്ന സന്തോഷകരമായ ഒരു സംസാരം അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, സാധാരണ രീതിയിൽ നല്ല എഫേർട്ട് എടുത്ത് നല്ല പരിശ്രമിച്ച് കിട്ടാത്ത ആളുകൾ, ഒരുപാട് പേര് വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇനി നല്ല എഫേർട്ട് എടുക്കുന്നതോടൊപ്പം തന്നെ ആ റിസൾട്ടിനോടൊപ്പം സഞ്ചരിച്ച് കേട്ടറ്റ് ക്വാളിഫൈ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരുടെ ഇടയിൽ ഈ ഒരു സന്തോഷം പറയുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിന് ഇത്തരം വലിയ ഒരു ചരിത്ര വിജയം, ഓരോ പ്രാവശ്യം എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണവും അതോടൊപ്പം റിസൾട്ടിന്റെ റേഷ്യോവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് ചുമ്മാ ഒരു കണക്ക് 1000 ഉണ്ട്, 2000 ഉണ്ട്, 3000 ഉണ്ട് എന്ന് പറയില്ല. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളുടെ എണ്ണം കൂട്ടുന്ന സമയത്ത് അത് ഏകദേശം 5000-ലധികം വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഫോട്ടോസുകളും അവരുടെ അനുഭവങ്ങളും ഓരോ പ്രോഗ്രാംസുകളിൽ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമാണ്. എഡ്ഫിൽ എന്തുകൊണ്ട് ഇത്തരം വലിയ ചരിത്ര വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു? പല അധ്യാപകരും അവരുടെ അനുഭവം, നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് വെച്ചിരുന്നു. ഓഫ്ലൈനായിട്ട് പ്രോഗ്രാംസുകൾ വെക്കുന്നുണ്ട് ഓൾറെഡി. നമ്മൾ എല്ലാ പ്രാവശ്യവും പ്രോഗ്രാംസുകൾ വെക്കാറുണ്ട്. ഇതിൽ ഓൺലൈനിലൊക്കെ കുട്ടികളുടെ അനുഭവം പറയുന്നത് നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാൻ പറ്റും. അവരുടെ അനുഭവം പറയുന്നത് വലിയൊരു എഫേർട്ടിന് എഡ്ഫിൽ അവർക്ക് ഹെൽപ്പായി എന്നും, അവർക്കൊരു സ്കഫ് ഹോൾഡർ ആണ് എന്നും, അവരുടെ ഒരു ഫ്രണ്ടായി, ഒരു ടീച്ചറായി മാറി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി നൽകുന്ന കാര്യമാണ്, ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് ഞങ്ങളെ വീണ്ടും വീണ്ടും അതിനു വേണ്ടി ഈ എഡ്ഫിലിനെ ഈ ഒരു പ്രാപ്തമാക്കിയിട്ട് ചരിത്രത്തിൽ ഏറ്റവും തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടുന്ന ചരിത്ര മുഹൂർത്തമായി മാറ്റിയതിന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഒക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. എന്തുകൊണ്ട് എഡ്ഫിൽ എന്നുള്ളത് മാത്രവും ഒരു പുതിയ ബാച്ചിൻ്റെ അനൗൺസുമാണ് ഈ ഒരു വീഡിയോയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. കേട്ട റിസൾട്ട് പറഞ്ഞ ഇത്ര ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ റിസൾട്ടിൻ്റെ കൗണ്ട് പോലും ഫൈനലായിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ റിസൾട്ടിൻ്റെ ഗ്രൂപ്പ് നോക്കുമ്പോൾ അവിടെ ഒരു 4 പിള്ളേരുടെ ഫോട്ടോസ് കാണുന്നു. ഇത് തീരുന്നില്ല, ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഓരോന്ന്. ഇനി ഇതിൻ്റെ റീവാലുവേഷൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പുതിയ റിസൾട്ട് എന്നുള്ള നിലയ്ക്ക് കാറ്റഗറി 4കാരുടെ ഒരു റിസൾട്ട് വരികയാണെങ്കിൽ ഇനിയും ഇതിൻ്റെ റിസൾട്ടിൻ്റെ കൗണ്ട് കൂടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, യൂസർ ഫ്രണ്ട്ലി ആപ്പ് ബേസ്ഡ് ക്ലാസ് റൂമാണ് നമ്മൾ നൽകുന്നത്. എഡ്ഫിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിസ്റ്റമാറ്റിക്കലായി നമ്മൾ ഓൺ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷനാണ്. ആ ആപ്പ് ത്രൂ നിങ്ങൾക്ക് റെക്കോർഡായിട്ട്, നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ലൈവ് സെഷൻസ് ഉണ്ടാകും. ഇത് ആപ്പ് ത്രൂ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാം. പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്. ഇത് ഈ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള കേട്ടറ്റ് കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ നിങ്ങളെ മെൻറ്റേഴ്സായിട്ട് നിൽക്കുന്നു. ക്ലാസ് വൈസ് ടെസ്റ്റുകൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എഡ്ഫിൽ ഇത്രയും റിസൾട്ടിലേക്ക്, ചരിത്ര വിജയത്തിലേക്ക് മാറുന്നു എന്ന് ചോദിച്ചാൽ, ക്ലാസ് വൈസ് ടെസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു 20-25 മിനിറ്റ് ഇരുന്ന് അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു റിവൈസ് ആയിട്ട് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് OMR ടെസ്റ്റ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ അതിന് ചെയ്യുന്നത്. അതുകൊണ്ട് 20-25 മിനിറ്റ്സ് മാത്രമാണ് ഫോക്കസ്ഡ്
ക്ലാസ്സുകൾ നമുക്കുള്ളത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് 2025 ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, സാധാരണ ഒരു മണിക്കൂർ പോലും നമുക്ക് ഇരിക്കാൻ പറ്റൂല. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മടുപ്പ് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് 20-25 മിനിറ്റ് ആണ്. സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്, കാറ്ററ്റ് മോഡൽ എക്സാംസ് ഉണ്ട്, എക്സാം ഓറിയന്റഡ് ലൈവ് സെഷൻസുകളുണ്ട്, മോട്ടിവേഷൻ സെഷൻസുകളുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏത് നിലക്കാണെങ്കിലും അവരുടെ പിന്നെ പഠന മേഖലകളിൽ സാധാരണ കഴിഞ്ഞ ഒരു എക്സാമിന് ഒരു അധ്യാപകൻ പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ഒന്നാമത്തത് നോക്കിയ സമയത്ത് തെറ്റാണ്, രണ്ടാമത് നോക്കിയപ്പോൾ തെറ്റാണ്. അപ്പം ഞാൻ നമ്മുടെ നബീൽ സാറെ കുറിച്ച് ആലോചിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 1, 2, 3 വിട്ടാളി ബാക്കിയുണ്ടല്ലോ എന്നൊരു മോട്ടിവേഷൻ്റെ സ്പാർക്കാണ് എനിക്ക് കിട്ടിയത് എന്നൊരു അനുഭവം അദ്ദേഹം പറയുന്ന വീഡിയോ ഓൾറെഡി നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കോംപ്രഹെൻസീവ് സ്റ്റഡി PDF മെറ്റീരിയൽസുകൾ നിങ്ങൾക്ക് ലഭിക്കും. സ്റ്റഡി ട്രാക്കർ ഉണ്ട്, നമ്മൾ പഠിച്ചത് എവിടെ എത്തി, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയാൻ സ്റ്റഡി ട്രാക്കർ സിസ്റ്റം ഉണ്ട്. മാത്രമല്ല വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് 2 എക്സാം വാലിഡിറ്റിയാണ് നമ്മൾ ഡ്യൂറേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ജൂൺ എക്സാം വരുമ്പോൾ ജൂണും അടുത്ത എക്സാമും ജനറൽ കാറ്റഗറി എഴുതാം. ജനറൽകാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനുള്ള ജനറൽ എക്സാമും അത് കഴിഞ്ഞിട്ട് അടുത്തപ്പോഴാണോ അതും 2 എക്സാം വാലിഡിറ്റി കൊടുക്കുന്ന, ഇത്രയും അധികം ഫീച്ചേഴ്സ് കൊടുക്കുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള, സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ടീം ബിൽഡ്, ഒരു ഫാക്കൾട്ടി ടീമിനെ ബേസ് ചെയ്തിട്ട് അക്കാദമിക് രംഗത്ത് ഞങ്ങൾ അടങ്ങുന്ന കേട്ടറ്റും നെറ്റും സെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു ടീമിനെ ബേസ് ചെയ്തിട്ട് ഉദ്യോഗാർത്ഥികളായ കേട്ടറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിൽ ജോലിയെ സംബന്ധിച്ച് വലിയ ക്വസ്റ്റ്യൻ മാർക്കുള്ള, നിങ്ങൾക്കറിയാലോ ഇപ്പോൾ പുതിയ സർവീസ് കേട്ടറ്റ് നിർബന്ധമാക്കുകയും സർവീസിലുള്ളവർക്ക് അതിന് അപ്പീൽ പോയപ്പോൾ ആ ഹർജി തള്ളിക്കൊണ്ട് 2027 28 മുമ്പ് എന്നുള്ള ഒരു വർഷം കൂടി റിലാക്സേഷൻ കൊടുക്കാം, എന്നാൽ ആ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന രീതിയിൽ കോടതികൾ വരുന്ന സാഹചര്യത്തിൽ അവരുടെ മാനസികമായ സപ്പോർട്ട് നൽകി അവരുടെ വിജയത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരം പ്രത്യേകതകളാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ ലോങ് ബാച്ചിലേക്ക് ഈ വരുന്ന കേട്ടറ്റ് സർവീസിലിരിക്കുന്നതും അതിൻ്റെ അപ്പുറത്തെ എക്സാം 2 എക്സാം വാലിഡിറ്റി, ഇനി അടുത്ത ജനറലും അതിൻ്റെ അടുത്ത ജനറൽ 2 എക്സാം വാലിഡിറ്റി ലോങ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ നമ്പർ നിങ്ങൾ കാണുന്ന ഇവിടെ വരുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലിങ്കിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും ഒക്കെ നമ്പർ ആഡ് ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. റിസൾട്ടാണ് എഡ്ഫിൽ നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. ഈ റിസൾട്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫിലെ, നിങ്ങളുടെ കരിയറിലെ കേട്ടറ്റ് വളരെ പുഷ്പമായിട്ട്, അല്ലെങ്കിൽ വളരെ പുഷ്പം പോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി കിട്ടാത്ത ആളുകൾ ആരും വിഷമിക്കേണ്ട, നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ അടുത്ത കേട്ടറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാം. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തെ എഡ്ഫിലിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.